നമ്മുടെ കോഴിക്കോട് ചെക്യാട് 13കാരൻ ഇന്നോവ ഓടിച്ച സംഭവത്തിൽ പിതാവിനെതിരെ കേസെടുത്ത പോലീസ് വളയം പോലീസാണ് കേസെടുത്തത്. വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി റിയാസ് കേമ ചെയ്യുന്നുണ്ട്. റിയാസ്, ഈ സംഭവം എപ്പോഴാണ് ഉണ്ടായത്? 13 വയസ്സുകാരനാണ് ഇന്നോവ ഓടിച്ചിരുന്നത്. അച്ഛൻ കൂടെയുള്ളപ്പോഴാണോ ഈ ഒരു സംഭവം ഉണ്ടായത്? ചെക്യാട് കോഴിക്കോട് റൂറൽ മേഖലയായിട്ടുള്ള ചെക്യാടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ചെക്യാടാണ് 13 വയസ്സുകാരൻ ഇന്നോവ ഓടിക്കുന്ന സാഹചര്യമുണ്ടായത്. പിന്നീട് ഇത് റീൽസായി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇത് റീൽസായി പോസ്റ്റ് ചെയ്തിരുന്നത്. അന്ന് തന്നെ ഇതിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നിരവധി കമന്റുകളും ഒക്കെ പരാതികളും ഉയർന്നിരുന്നു. പിന്നീട് പോലീസിന്റെ ഔദ്യോഗികമായ പോർട്ടലിൽ തന്നെ ഇത് സംബന്ധിച്ച പരാതി വന്നു. അതിനുശേഷം വളയം പോലീസ് ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഇന്നോവയുടെ ഉടമയെ കണ്ടെത്തിയത്. ഇന്നോവയുടെ ഉടമയുടെ മകനാണ് 13 വയസ്സുകാരൻ എന്ന് കണ്ടെത്തി, ഈ ഇന്നോവ ഓടിച്ചത് എന്ന് കണ്ടെത്തി. ഈ കുട്ടി വീടിന്റെ തൊട്ടടുത്തുള്ള റോഡിലായിരുന്നു ഇന്നോവ ഓടിച്ചിരുന്നത്. എങ്കിൽ കൂടിയും അത് പൊതുസ്ഥലമാണ്. അവിടെയാണ് പ്രായപൂർത്തിയാകാത്ത, ലൈസൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത 13 വയസ്സുകാരനായ കുട്ടി ഇന്നോവ ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് നിയമവിരുദ്ധമാണ്. ഈ ഇന്നോവ വളയം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പിതാവിനെ വിളിച്ചു വരുത്തി, മാത്രമല്ല താക്കീതും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവരിൽ നിന്നും പിഴ ഈടാക്കാൻ ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്നും വളയം പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമ നടപടിയും ഈ പിതാവ് ഇനി നേരിടേണ്ടി വരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഹരിത. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.